GST ചരക്ക് സേവന നികുതി. ഇപ്പോ പുതിയ ബഡ്ജറ്റ് അവതരണമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് GST യെ കുറിച്ച് ഒന്ന് സംസാരിക്കാമെന്ന് തോന്നുകയാണ്. അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന പുതിയ നികുതി സംവിധാനമാണ് GST. ഇത് ധാരാളം മീഡിയകളിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ജൂലൈ 1 മുതൽ അത് നടപ്പിലാക്കുമെന്ന് GSTയുടെ പരമോന്നത സമിതി തീരുമാനിച്ചിട്ട് ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി അത് വ്യക്തമാക്കി കഴിഞ്ഞ ഒന്നാണ്. ഇന്ത്യയൊട്ടാകെ ഇനി വിൽപ്പന നികുതിക്ക് പകരം GST ആണ് വരുന്നത്. നിലവിലുള്ള സംരംഭകരായിട്ടുള്ള കച്ചവടക്കാരെ ഇത് എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ അവരിൽ എന്ത് മാറ്റം വരുത്തും എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് GST? എന്തിനാണ് ഇത് കൊണ്ടുവന്നത്? കഴിഞ്ഞ 10 വർഷമായിട്ട് കേന്ദ്ര സർക്കാർ ഇതിനെക്കുറിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു കരട് വൈകാതെ ഉണ്ടായി. ഇപ്പൊ കഴിഞ്ഞ നവംബറിൽ ഒരു ഏകദേശ രൂപകമായി ഒരു ഡ്രാഫ്റ്റ് ലോ ഉണ്ടായി കഴിഞ്ഞു. ഇപ്പൊ സംസ്ഥാന സർക്കാരുകൾക്ക് അതിന് വേണ്ട നിർദ്ദേശവും നൽകി കഴിഞ്ഞു. അതായത് GSTന്റെ ഏകദേശം 90% കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ലോകത്തെ 160ഓളം രാജ്യങ്ങളിൽ ഇതിനകം GST നടപ്പിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലും GST നടപ്പിലാക്കാൻ അന്താരാഷ്ട്ര സമ്മർദ്ദം കുറെ കാലമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്. പക്ഷെ ഇതിനെല്ലാം പുറമെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലോകത്ത് പരോക്ഷ നികുതി എണ്ണത്തിൽ ഏറ്റവും കൂടിയ രാജ്യമാണ് ഇന്ത്യ. നികുതികളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ, പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ നികുതിയുടെ എണ്ണത്തിൽ ഏറ്റവും കൂടിയ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. മറ്റു രാജ്യങ്ങളിൽ ഇങ്ങനെയല്ല. ഈ നികുതി ഘടനയെ, ഈ സങ്കീർണമായ നികുതി ഘടനയെ ലഘൂകരിക്കുക എന്ന ഒരു കർമ്മമാണ് GSTക്ക് വഹിക്കാനുള്ളത്. അതുതന്നെയാണ് GST വരുമ്പോഴുള്ള പ്രധാന മാറ്റം എന്ന് പറയുന്നത്. നിലവിലുള്ള സങ്കീർണമായ നികുതി സംവിധാനത്തെ ആകെപ്പാടെ മാറ്റി ഒരു പുതിയ രീതിയിലേക്ക് ലഘൂകരിക്കുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു മാറ്റം. ഇന്ന് വാറ്റ് രജിസ്ട്രേഷൻ ടേൺ ഓവർ പരിധി എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ് ഒരു വർഷം. സംസ്ഥാനത്തിനകത്ത് ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഇപ്പൊ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങാതെ, കേരളത്തിന്റെ പുറത്തേക്ക് വിൽക്കാതെ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ച് അവരുടെ വാറ്റ് രജിസ്ട്രേഷൻ ടേൺ ഓവർ പരിധി എന്നാണ് 10 ലക്ഷം എന്ന് പറയുന്നത്. അതേസമയം കേരളത്തിന്റെ പുറത്തേക്ക് വിൽക്കുക, വാങ്ങുക, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതിനെ സംബന്ധിച്ച് അവർക്കൊരു പരിധിയില്ല. 100 രൂപയ്ക്കും ടാക്സ് അടയ്ക്കണം എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോ GST വരുമ്പോ ഈ 10 ലക്ഷം എന്ന് പറയുന്നത് 20 ലക്ഷമാകും. അവർക്ക് GST നിർബന്ധമുള്ളൂ. അതായത് ഇൻട്രാ സ്റ്റേറ്റിലാണ്. കേരളത്തിന്റെ ഉള്ളിൽ നിന്ന് വാങ്ങി കേരളത്തിന്റെ ഉള്ളില് കച്ചവടം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം 20 ലക്ഷമാണ് അവരുടെ GST രജിസ്ട്രേഷൻ പരിധി എന്ന് പറയുന്നത്. കേരളത്തിന് പുറത്തേക്ക് വിൽക്കുന്നവരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന് പരിധിയില്ല. ടാക്സ് അടയ്ക്കണം. അതിന് എത്ര തന്നെ ആയിരുന്നാലും, 100 രൂപയായിരുന്നാലും അതിന് ടാക്സ് അടയ്ക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഈ ടേൺ ഓവർ എന്ന് പറയുന്നത് മുഴുവൻ വിൽപ്പനയുടെ ടേൺ ഓവറാണ്. നമ്മളൊരു സാമഗ്രികളെ നിർമ്മിച്ച് ആ സാമഗ്രികളെ സ്റ്റോക്ക് ചെയ്യുന്നതിനെ ഒരു കാരണവശാലും അതിന് ടേൺ ഓവർ എന്ന് പറയില്ല. നമ്മുടെ പുറത്തേക്കുള്ള വിൽപ്പന, അത് ഷോറൂമിൽ നിന്നായാലും എങ്ങനെയായാലും പുറത്തേക്കുള്ള വിൽപ്പനയാണ് ടേൺ ഓവർ എന്ന് പറയുന്നത്. നിലവില് ടിന്ന്, പിന്ന്
ഇത് 2 രജിസ്ട്രേഷൻ ഉള്ളവരും GST-യിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം. അവർ നിർബന്ധമായിട്ടും അത് GST-യിലേക്ക് മാറണം. GST-യിൽ എത്തിയതിനു ശേഷം അവരുടെ ടേൺ ഓവർ 20 ലക്ഷത്തിന് താഴെ ആണെങ്കിൽ അപേക്ഷ കൊടുത്ത് ഒഴിവാകുന്നതാണ് നല്ലത്. പക്ഷെ മൈഗ്രേഷൻ എല്ലാവർക്കും കമ്പൽസറി ആണ്, അത് നിർബന്ധമാണ്. കേരളത്തിൽ ഇങ്ങനെ മാറാനുള്ള സമയം നീട്ടിയിട്ടുണ്ട്. മാർച്ച് 31 വരെ നീട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ കേരളത്തിലെ 2.5 ലക്ഷം വാറ്റ് വ്യാപാരികളിൽ വലിയൊരു ഭാഗം ഇതുവരെ GST-യിലേക്ക് മാറിക്കഴിഞ്ഞു. പിന്നെ വളരെ കുറച്ച് പേരോട് മാറാനുണ്ട്. അവര് GST-യിലേക്ക് മാറുന്നത് നല്ലതാണ്, എത്രയും പെട്ടെന്ന് മാറുക. അത് കാരണം എന്നാൽ 20 ലക്ഷത്തിന് താഴെ ടേൺ ഓവർ ആണ് എന്ന് കരുതി ഒരു രജിസ്ട്രേഷനിലേക്ക് മാറാതിരുന്നു കഴിഞ്ഞാൽ നാളെ ഇവരുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ബിസിനസിന്റെ സ്വഭാവം മാറിയേക്കാം. അപ്പൊ നമ്മുടെ കച്ചവടം പുറത്തേക്ക് നീണ്ടെന്നും വരാം. അപ്പൊ നമുക്ക് രജിസ്ട്രേഷൻ വേണ്ടി വരും. ഇപ്പോ ഈ രജിസ്ട്രേഷൻ നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ ഈ കച്ചവടത്തിന് വേണ്ടി പിന്നീട് നമ്മൾ എടുക്കുന്ന ഒരു രജിസ്ട്രേഷന് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ രജിസ്ട്രേഷൻ GST-യിലേക്ക് മാറാൻ നമ്മൾ മടിക്കരുത് എന്നുള്ളതാണ്. ഈ GST നമ്പർ എന്ന് പറയുന്നത് GST എപ്പോഴും പാൻ ബേസ്ഡ് ആണ്. ഇപ്പൊ GST എന്ന് പറയുന്ന അതിന്റെ പാൻ നമ്പർ തന്നെയാണ് GST നമ്പർ. ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ സ്റ്റേറ്റ് കോഡ്, അതായത് സ്റ്റേറ്റ് കോഡ്, ഇപ്പൊ കേരള